ഹായ് ഫ്രണ്ട്സ്, ഷെഫീസ് ക്രീം വേൾഡിലേക്ക് സ്വാഗതം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അറബിക് കബ്സയുടെ റെസിപ്പി ആട്ടോ. നമ്മളിത് ചിക്കനും വേവിച്ചതിന് ശേഷം ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് കേട്ടോ നമ്മളിതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നത്. നമ്മൾ ആ വെള്ളത്തിലല്ല വേവിച്ചെടുക്കുന്നത്. ഒന്ന് വേവിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് മുകളിലാണ് വെച്ച് കൊടുക്കുന്നത്. അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കബ്സ കേട്ടോ. നമ്മൾ മന്തിയൊക്കെ എപ്പോഴും മന്തിയല്ല തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് ഇതുപോലെ ഒന്ന് കബ്സ ഒന്ന് തയ്യാറാക്കി നോക്കും കേട്ടോ. നല്ല കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. ഇനി നമുക്കിതിലേക്കുള്ള അരി ഒന്ന് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കാം കേട്ടോ. ഞാനിവിടെ കിറ്റിൽ കിട്ടിയ അതേ അരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് ബസ്മതി റൈസ് എടുത്താലും മതി കേട്ടോ. ഞാനിവിടെ കബ്സ കിറ്റിൽ കിട്ടിയ അരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് കഴുകിയിട്ട് നമുക്കിതൊന്ന് കുതിർക്കാനായിട്ട് വെക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 2 വലിയ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തത് കേട്ടോ. അതുപോലെ 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ 2 തക്കാളി ഇതുപോലെ അടിച്ചെടുത്തതാണ്. ഇനി നമുക്കിതിവിടെ മാറ്റി വെച്ചിട്ട് നമുക്കിതിലേക്കുള്ള സ്പൈസസ് കൂടി തയ്യാറാക്കി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കബ്സ മസാല കേട്ടോ. ഞാൻ കിറ്റിലുള്ള അതേ മസാലയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ വേറെ മസാല ഉണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ. അല്ലെങ്കിൽ അറബിക് മസാല ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ നോർമൽ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഞാനത് ഇതിലെടുക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, പിന്നീടാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അറബിക് സ്പൈസസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അറബിക് മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്തിട്ടോ, അല്ലെങ്കിൽ നിർബന്ധമില്ല. കബ്സ മസാല ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഇതിലേക്കൊരു മാഗി ക്യൂബും അതുപോലെ ഒരു ഉണക്കനാരങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബേ ലീഫ്, കുറച്ച് പട്ട, അതുപോലെ ഏലക്ക, ഗ്രാമ്പൂ എടുത്തിട്ടുള്ളത്. നമ്മളിവിടെ ഒരു പോട്ട് അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിതിലേക്ക് അത്യാവശ്യം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഉള്ളി ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ കൂടുതലാണെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് ഓയിൽ എടുത്ത് മാറ്റാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ഉള്ളി ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളി ഇവിടെ ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എടുത്ത് വെച്ച ഗ്രാമ്പൂ, പട്ട, ഏലക്ക, ബേ ലീഫ് ഇതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് എടുത്ത് വെച്ച ഉണക്കനാരങ്ങയും അതുപോലെ നമ്മൾ ചതച്ച് വെച്ച 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളിയുടെ പച്ചപ്പൊന്ന് മാറുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച മാഗി ക്യൂബും അതുപോലെ നമ്മൾ അരച്ച് വെച്ച തക്കാളി പേസ്റ്റും കൂടി ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് തക്കാളിയുടെയും വെളുത്തുള്ളിയുടെയും പച്ച ചുവയെന്ന് മാറുമ്പോൾ നമുക്കിതിലേക്ക് എടുത്ത് വെച്ച മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് മസാല ചേർത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആ മസാലയുടെ പച്ചപ്പ് പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ എടുക്കുന്ന മാഗി ക്യൂബിനനുസരിച്ച് വേണം കേട്ടോ നമ്മളതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഞാനിവിടെ 1 എടുത്തിട്ടുള്ളത്, അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളിവിടെ കപ്സക്കായിട്ട് 1 കിലോ അരിയിലേക്ക് ഒരു 1.5 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതുപോലെ വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ച മസാലയിലേക്ക് ഈ ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ചിക്കനിൽ എല്ലായിടത്തുനിന്നും മസാല എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ചിക്കനിൽ ആ മസാലയ്ക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇനി തിളപ്പിച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നിങ്ങൾ എത്രയാണ് അരി എടുത്തിട്ടുള്ളത് അതിൻ്റെ ഇരട്ടി വെള്ളം ചേർത്ത് കൊടുക്കുക. 1 കപ്പാണെങ്കിൽ 2 കപ്പ് വെള്ളം തിളപ്പിച്ചത് കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ ചിക്കനിൽ ഇറങ്ങിയ വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് കുറച്ചിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമ്മൾ ചിക്കനിലേക്ക് ഒഴിക്കാനുള്ള വെള്ളം ഇവിടെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. 1 കപ്പ് അരിയിലേക്ക് 2 കപ്പ് വെള്ളം എന്ന അളവിലാണ് നമ്മളിവിടെ വെച്ചിട്ടുള്ളത് കേട്ടോ. ചിക്കൻ ഇവിടെ ഒരു 1/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട് കേട്ടോ. ചിക്കനിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കട്ടോ. ഞാൻ നേരത്തെ വിട്ട് പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഈ ടൈമിലാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമുക്ക് ചേർത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ തിളപ്പിച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ചിക്കൻ ഒരു 1/4 ഭാഗത്തോളം നമുക്ക് വേവിച്ചെടുക്കണം. ചിക്കൻ ഇവിടെ ഒരു 1/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത്രയും വെന്താൽ മതി. ഇനി നമുക്ക് ചിക്കൻ ഒന്നും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. മസാല പുരട്ടിയതിന് ശേഷം നമ്മൾ ഒന്നും കൂടി ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത്രയും വെന്താൽ മതി. ഇനി നമുക്ക് ഈ ചിക്കൻ ഈ വെള്ളത്തിൽ നിന്ന് ഓരോന്നായിട്ട് എടുക്കാം. ഇനി നമുക്ക് കഴുകി കുതിർത്ത് വെച്ച അരി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വെള്ളം വറ്റുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ടൊരു 3 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ. ഒരുപോലെ ഒന്ന് വെന്ത് കിട്ടാനാട്ടോ. വെള്ളം വറ്റുന്നവരെ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ ഒരുപോലെ വെന്ത് കിട്ടും. ഇനി നമുക്കതൊന്നും കൂടി മൂടി വെക്കാം. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അതിനായിട്ടൊരു പാത്രം എടുത്തിട്ടുണ്ട്. നമ്മളൊന്ന് മസാല പിടിപ്പിച്ചെടുക്കാനാണ് കേട്ടോ. നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്ന അറബിക് മസാല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇനി കബ്സ മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ.
ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു 1/4 ടീസ്പൂൺ നോർമൽ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കളറും കൂടി ചേർത്ത് കേട്ടോ. ഞാനിവിടെ കുറച്ച് ചേർത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ല. ഇനി നമുക്കിത് ഒരുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിതിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ നേരത്തെ എടുത്ത് മാറ്റി ഓയിൽ ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ. ഇനി നമുക്ക് 2 സൈഡും ഒരുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒന്ന് മൂടി വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ. ഒരു സൈഡ് ആകുമ്പോൾ മറു സൈഡും മറിച്ചിട്ട് ഇതുപോലെ ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ 1/4 ഭാഗമാണ് ചിക്കൻ വേവിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആവിയിലൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിലൊന്ന് വേവിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് 2 സൈഡും ഒരുപോലെ ഒന്ന് വേവിച്ചെടുക്കാം മുഴുവനും. അപ്പോൾ നമുക്ക് ചിക്കൻ ഇവിടെ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള ചിക്കൻ കൂടി ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച റൈസ് ഇതുപോലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ക്യാപ്സിക്കം ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തത് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള കപ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കപ്സ കേട്ടോ. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ട് ഹാർഡായിട്ട് പോകുന്നില്ല കേട്ടോ. ചിക്കൻ നമ്മൾ ആവിയിൽ വേവിക്കുന്നത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും ചിക്കൻ. അതിൻ്റെ ഫ്ലേവറൊക്കെ റൈസിലേക്ക് ഇറങ്ങിയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കൂടെ സബ്സ്ക്രൈബും ചെയ്യണേ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ബായ്.